എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പണികളൊന്നുമില്ല. അപ്പോൾ റെഡി ആയിട്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊന്ന് ഡേയ്സോ വരെ പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ UAE ഇവിടെ അബുദാബി മാളിലുള്ള ഡേയ്സോയിലാണ് പോണേ. അപ്പോൾ എന്തായാലും ക്രിസ്മസിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാമല്ലോ, ഡേയ്സോ പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയാം, ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോൾ അതിൻ്റെതായ ഡെക്കറേഷൻ കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് ഇങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇവിടുത്തെ ഡേയ്സോ എന്തായാലും എല്ലാ വർഷവും പോകാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ആയാലും അതിൻ്റെ ഉള്ളിൽ കയറി കാണുന്നത് ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എന്തൊക്കെയുള്ളതെന്ന് പോയി കണ്ടിട്ട് വരാം. കുറേ ഇഷ്ടംപോലെ ഐറ്റംസ് വരും, അതൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ആയാലും വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യവും ക്രിസ്മസിന് അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോണേ. എനിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പിന്നെ എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ക്രിസ്മസ് കാര്യങ്ങൾ ഇങ്ങനത്തെ ട്രീ കേസ് സാന്റ ഒക്കെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും ഇത് കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു കുളിരാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഡേയ്സോ വരെ പോവാണ്. ഒരു സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് വേഗം തന്നെ ഇറങ്ങുകയാണ്. ഇപ്പം തന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാലും 11 മണിയൊക്കെ ആയി. അപ്പം എന്തായാലും ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ ഇനിയും ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാ വന്നിട്ടുള്ളത് കാണാം. നമ്മളെങ്ങടെ പോകണ ചക്കുടുവാ? സാന്റാക്ലോസിനെ മേടിക്കാൻ പോവാ. ആർക്ക്? എവിടേക്കാ? എന്തുട്ടാ എൻ്റെ അമ്മ? ബോളുണ്ടാ? ബിഗ് ബോള്. അതിൻ്റെ അകത്തുണ്ട് ചക്കുടു. അത് ചക്കുടു വാ, അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക, ഇങ്ങോട്ട് നിൽക്ക്, നോക്കട്ടെ, ഇവിടെ നോക്ക്. ചക്കുടു ഒരാൾക്ക് ഇവിടെ എത്തിയപ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മറ്റൊരാൾക്ക് കുറേ സാധനം കണ്ടപ്പോൾ പേടിയായിട്ടിരിക്കുകയായിരുന്നു അന്നമ്മ. പിന്നെ ഡേയ്സോയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഐറ്റംസ് കളക്ഷനും കാര്യങ്ങളും കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്താ പറയുക, ഒരു കൺട്രോളും കിട്ടാത്ത പോലെ തോന്നി. ഇതൊക്കെ എടുത്ത് അവിടെ നിന്ന് പറക്കി കൊണ്ടുവരാനായിട്ടാണ് സത്യത്തിൽ അവിടെ ചെന്നപ്പോൾ തോന്നിയത് കേട്ടോ. ക്രിസ്മസിൻ്റെ ആ ഒരു ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഇതിങ്ങനെ കുഞ്ഞു ഐറ്റംസ് ആണെങ്കിൽ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതും അതിൻ്റെ പല കളറും ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ കണ്ണ് നല്ല എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചാക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് വാരി ഇടാനായിട്ട് തോന്നും. അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തിൽ അങ്ങനെ തന്നെ. ഈ ഏഞ്ചലിനെയൊക്കെ കണ്ടു, സാധാരണ കാണുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ക്യാൻഡിലുണ്ട് കേട്ടോ. ഈ സാന്റയുടെ ഹൗസ് പോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ മേലെ ക്യാൻഡിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ക്യാൻഡിൽ സ്റ്റാൻഡ് പോലെയാണ്. പിന്നെ ഇഷ്ടംപോലെ വേറെ ഇങ്ങനത്തെ ലൈറ്റ് പോലത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പിള്ളേരായിട്ട് പോയിട്ടുള്ള അതിനെ കുറച്ചൊന്നും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്ന പോലത്തെയാണ്. പിന്നെ ഇത് ഇങ്ങനെ ബാറ്ററി ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ ബാറ്ററി ഇതാണെങ്കിൽ ആ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വേണ്ടേ. അപ്പോൾ അങ്ങനെ ഐറ്റംസ്. അന്നയ്ക്ക് എന്താ വേണ്ടേ? കണ്ണാൻ്റെയാ? പിന്നെ ഈ ഇരിക്കുന്ന ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ക്രിസ്മസിനും കാണുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും ക്രിസ്മസിൽ നമുക്ക് എന്തായാലും മസ്റ്റായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്ന പോലെ തന്നെയാണല്ലോ ക്രിസ്മസിൻ്റെ ഇങ്ങനത്തെ സോക്സും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഹാറ്റ് ഉണ്ട് കേട്ടോ. അതായത് സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ കുറച്ച് കാണുമ്പോൾ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതിലും കുറേ വെറൈറ്റി ക്യാപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ നോക്കി. പിന്നെ ജോയ്ക്കാണെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷന് എന്തെങ്കിലും ഇത് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവന് വാങ്ങിക്കാളെന്ന് നോക്കി. പിന്നെ ഇതിങ്ങനെ കാണുന്ന സാധാരണയുള്ള സാധനങ്ങളാണെങ്കിലും അതിൽ കുറേ വെറൈറ്റി ഐറ്റംസാണ് നമുക്ക് ഇവിടെ ചെന്ന് കാണാൻ പറ്റും. എനിക്കറിയില്ല നാട്ടിൽ എവിടെയുള്ളതെന്നുള്ളത്. എനിക്ക് കൊച്ചി ലുലുവിലുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മുടെ അവിടെ അങ്ങനെ എല്ലായിടത്തും ഇല്ല, എന്നാലും അങ്ങനെ 1-2 മാൾസിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ക്രിസ്മസിൻ്റെ ഡിഫറെൻറ്റ് ബോസ്, ഈ ബോയൊക്കെ കണ്ടില്ലേ, കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കണ്ടു. കുറച്ചൊക്കെ നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബെല്ലും സ്റ്റാറും അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ സാധാരണ കുറേയൊക്കെ പഴയ മുന്നത്തെ വർഷങ്ങളൊക്കെ ഉള്ള പോലെ തന്നെയാണ്. പിന്നെയും കുറേ വെറൈറ്റി ഇപ്രാവശ്യത്തെ വേറെയും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഈ ക്രിസ്മസിൻ്റെ മാഗ്നറ്റ് കേട്ടോ, അപ്പോൾ അത് എല്ലാ വർഷവും കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഓരോ കൊല്ലത്തേന്നുള്ളതിൽ ഓരോ മാഗ്നറ്റ് കാണുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ അതും പിന്നെ ക്രിസ്മസിൻ്റെ കുട്ടി കുട്ടി ട്രീസ് ഉണ്ടാവില്ല, നമുക്ക് ഈ ടേബിൾമൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ടൈപ്പും ഉണ്ട്. ഏതാണ് ഇല്ലാത്തതെന്ന് ചോദിക്കുകയായിരിക്കും ഉള്ളതിനേക്കാളും പറയുന്നത്, കാരണം അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. എന്നൊക്കെ അറിയണേ ചക്കുടൂന് ട്രീ മേടിച്ചില്ലേ, ചോക്ലേറ്റ് മേടിക്കാം. അന്ന നിൽക്കണോക്കെ ഗുഡ് ഗേൾ ആയിട്ട്. ഹലോ ചക്കുട. കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അറിയാമല്ലോ, എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് വേറെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയും കരച്ചിലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെയായിരുന്നു അവിടെ. അങ്ങനെ നമ്മുടെ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഡീർഫീൽഡ് മാളിൽ പോയപ്പോഴും ഡേയ്സോൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കണ്ട കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് ആയതുകൊണ്ട് എല്ലാ ഷോപ്പിലത്തെയും കാണിക്കാമല്ലോ. അപ്പോൾ ഇവിടുത്തെ മഗ്ഗും പ്ലേറ്റും ഒക്കെ ആയിരുന്നു വേറെ ഡിഫറെൻറ്റ്. അബുദാബി മാളിൽ പോയപ്പോൾ ആ ഐറ്റംസ് ഒന്നും കണ്ടില്ലായിരുന്നു, ക്രിസ്മസിൻ്റെ ഇങ്ങനത്തെ മഗ്ഗും പ്ലേറ്റൊക്കെ. അപ്പോൾ ഇത് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടായിരുന്നു. ഈ ട്രീയിലിടുന്ന ബോളുകളില്ലേ, അതിൻ്റെ കുറേ കളർ ഡിഫറൻസ് കുറേ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവളെ സാധാരണ കാണുന്ന കുറച്ച് കോമൺ കളേഴ്സ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പല ഹൈറ്റിലുള്ള ട്രീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രീകൾ പിന്നെ എന്തായാലും ക്രിസ്മസ് ആകുമ്പോൾ ഒരു മെയിൻ ഒരു ഐറ്റം തന്നെയാണല്ലോ. പിന്നെ ഇതുപോലെയുള്ള പല കളേഴ്സ്, ഗ്രീന്, റെഡ്, പിന്നെ ആഷ് കളറിൽ, പിന്നെ സാന്റാക്ലോസ്, സ്നോമാൻ, റെയിൻഡിയർ, പിന്നെ ഈ ക്രിസ്മസിൻ്റെ കുഷ്യൻ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ 2 ഡേയ്സിലും കണ്ടിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. ഹലോ, അങ്ങനെ നമ്മൾ ഡേയ്സോലൊക്കെ പോയിട്ട് തിരിച്ചെത്തിട്ടോ. അപ്പോൾ ഈ ഡേയ്സോന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു ക്രിസ്മസ് കളക്ഷനിൽ കാണിച്ചപ്പോൾ ആകെ 2 ഐറ്റം മാത്രമേ നമ്മൾ ഈ ഒരു ക്രിസ്മസിന് ഈ 2024 മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഐറ്റംസ് നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്മസിന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടിയിട്ട് വലിയൊരു ലോങ് വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.